അയാൾ പോയിട്ട് സന്ദർശനാക്കിയിട്ട് അയാൾ സന്തോഷത്തോടെ കൈകൊടുത്തു മസ്ലഹത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അറിയിച്ചു കൊടുത്തു. അങ്ങനെ അയാൾ ചെയ്ത ആ നന്മക്ക് 20 കൊല്ലത്തിന്റെ ആയുസ് ഞാൻ നീട്ടിക്കൊടുത്തതാണ്. 20 കൊല്ലത്തിന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു. എന്തുകൊണ്ട്? ഒരു കുടുംബബന്ധം ചേർത്തത് കൊണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും കുടുംബത്തിനോട് നമ്മൾ ബന്ധം വേണം. പൊരയിൽ നല്ല സ്നേഹത്തിലാകണം കഴിഞ്ഞുകൂട്ടത്. ഒരു പൊരയിൽ ഐക്യം ഉണ്ടാ ബർക്കത്തുണ്ട്, ഒരു പൊരയിൽ ഐക്യമില്ലേ അവിടെ ബർക്കത്തില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണക്കാണോ ആ കുടുംബത്തിൽ കാലാകാലം ബർക്കത്തുണ്ടാവൂല. ഉറപ്പാണ്. അതിന് ഹദീസ് കൊണ്ട് ഖുർആൻ കൊണ്ട് തെളിയിക്കുന്ന കാര്യമാണ്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ അവിടെ ബർക്കത്താണ്. രോഗങ്ങൾ കുറയും, ദാരിദ്ര്യങ്ങൾ കുറയും, പ്രയാസങ്ങൾ കുറയും, ബുദ്ധിമുട്ടുകൾ കുറയും, എല്ലാം സന്തോഷത്തോടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തമ്മിൽ ആരെങ്കിലും തമ്മിൽ പിണക്കുണ്ടെങ്കിൽ ഇപ്പൊ തമ്മിൽ എന്താക്കണം? അതിനെ ഇപ്പൊ തന്നെ ഈടുന്ന് പോകുന്നതിന് മുമ്പ് എന്താക്കണം? ആരിപ്പോ ഉസ്താദിനെ കൈ തന്നിങ്ങോ തന്നില്ലേമോ? ഉസ്താദിന് കൈ നിങ്ങൾക്ക് എത്ര 100 ഉസ്താദിന് കിട്ടും അല്ലെ? എന്നെ വന്ന് 100 ഉസ്താദിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ മൈക്കാൽ മോദിന്റെ ഇടയിൽ 100 ഉസ്താദിന് കൈ കൊടുക്കാം. സ്വന്തം മൂത്തവനെ പേരെ കിട്ടുക, സ്വന്തം അളിയാക്കടെ പേരെ കിട്ടുക, സ്വന്തം അപ്പയുടെ പേരെ കിട്ടുക, ഉമ്മടെ കിട്ടുക. അപ്പൊ ഉസ്താദ് ഇപ്പൊ പെരുന്നാളുണ്ടല്ലോ, ഉസ്താദ് മോള് തങ്ങന്മാർ കൈ കൊടുക്കും. മിഞ്ഞാനുള്ള ജാതിയിൽ തങ്ങളെ കൈ കൊടുക്കൊണ്ട് പുറത്ത് പോകുന്നിട്ട് എനിക്ക് കഴിക്കണം, തങ്ങളെ കൈ കൊടുക്കുവാണ് പോകുന്നില്ല. ലാസ്റ്റ് ഗലാട്ടെ കൈ കൊടുക്കും. ഇത് സ്വന്തം ആരെ കൈ കൊടുക്കണം? കുടുംബത്തിന് ആരോടാണോ പിണക്കമുള്ളത് അവരോട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരയില് ഈ അമ്മായിമാർ മോള് കൈ കൊടുക്കണത് ഞാൻ നോക്കിയിട്ടാ നോക്കിയില്ലേപ്പാ? അജ്ജി മുഹമ്മദ് അല്ലെ, അജ്ജി മുഹമ്മദ് മാത്രം കൈ കൊടുക്കണേ അല്ല. ഇടക്കിടക്ക് വാർത്തക്ക് ഒരു മുസാഫത്താക്കി വരും. ഇപ്പൊ ഉസ്താദന്മാരുടെ എല്ലാവർക്കും ഭയങ്കര പിരിസ്. എന്റെ കൊണ്ടിട്ടാ എല്ലാവരും നിങ്ങളുടെ ജമാഅത്തിൽ ഉസ്താദ് ഭയങ്കര പിരിസല്ലേ? എല്ലാവരും പിരിസ്. എന്റെ ഉസ്താദ് കിട്ടും, ഉസ്താദും അങ്ങനെ ജമാഅത്തിന് പിരിസ്. അപ്പൊ സലാം ചൊല്ലും അല്ലെ? സലാം ചൊല്ലും. നിങ്ങൾ അതേപോലെ മാപ്പിള കഴിഞ്ഞാൽ സലാം ചൊല്ലാത്ത സലാം ചൊന്ന് നോക്കൂ. 40 നാൾ സലാം ചൊന്ന് നോക്കൂ. അബ്ബ മക്കവും സലാം ചൊല്ലെങ്കിൽ അതൊന്ന് സലാം ചൊന്നത് പതിവാക്കി നോക്കൂ. അമ്മായി മർമോട് സലാം ചൊല്ലേണ്ട പതിവില്ലെങ്കിൽ ഒന്ന് സലാം ചെന്ന് നോക്കൂ. ഓട്ടോമാറ്റിക്കലി ഇത് ആയുർവേദിക്ക് മാത്രം കുറിച്ച പോലെ, ഇംഗ്ലീഷ് മാത്രം കുറിച്ച പോലെ ആവല്ലേ. ഹിന്ദു സലാം ചെന്നത് നാളെ ചെന്നെങ്കിൽ എന്തിനായിരുന്നു നാളെ ഇന്നലെ സലാം ചെന്നത് ഹിന്ദു അയാൾക്ക് അയ്മ കലട്ടൊക്കെ ഉണ്ട്. അതുകൊള്ള പറയണ്ട. അയക്കുന്ന മസ്റ്റ് ചെന്ന് യുനാനി മറന്നു പോലെ, ആയുർവേദിക്ക് മറന്നു പോലെ. ലേറ്റായിട്ട് ഭയങ്കര ശരിയാവിടെ. ഇംഗ്ലീഷിൽ തല നമ്പളവർക്ക് ഭയങ്കര നമ്പത്തെ മാത്രമേ കൊടുത്തേക്ക് 24 ഗണ്ട റിട്ടേൺ കണ്ട് അല്ലെ? ആയുർവേദിക്ക് മാത്രമേ എഫക്ട് ആവണമെങ്കിൽ എത്ര ഗണ്ട വേണം? ഒരു വാറെല്ലാം കുടിക്കണം. അത് കൊറോടിയായിട്ട് വന്നെങ്കിൽ പിന്നെ വന്നില്ല. അപ്പൊ അതുപോലെ സ്നേഹം ഇപ്പൊ എന്താ ഇതെല്ലാം വാട്സപ്പിലായിട്ടല്ല ബിർസ. ഇപ്പൊ ഇത് ഞാനോട് ചങ്ങായികളുടെ ഇത് ഫാമിലി പ്രശ്നം എന്തെങ്കിൽ ഇത് മോളൊട്ടുക്കും മർമോളൊട്ടുക്കും അമ്മായിക്ക് അത്ര ശരി പോണില്ല. അങ്ങനെ കേൾക്കുമ്പോ എന്തെങ്കിൽ അങ്ങ് ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് കുറെ കംപ്ലൈന്റ് ചോട്ടെ കൂട്ടത്തിൽ ചെന്നോളാം. ഇത് അങ്ങ് ലാസ്റ്റ് ആയിട്ട് പിന്നെ ഇംഗ്ലീഷിൽ കൊണ്ടുവരാ. ആര് എന്തെങ്കിലും ദുനിയാവിടെ കിട്ടുന്ന നോക്കണം. ഇത് ലാസ്റ്റ് ഇതാക്കണെങ്കിൽ ഇങ്ങനെയുള്ള ആയിട്ട് 3 മർമോളും മുണ്ടിട്ട് ലാസ്റ്റ് കോഡ് ഭാഷയിലെല്ലാം ഞങ്ങട്ടല്ല ഞങ്ങൾ ഡ്രസ്സ് ഞങ്ങട്ടല്ല ഭയങ്കര ഇപ്പൊ നോക്കതാ ഒരു ഇതാക്കിയെങ്കില് ബോസിൽ കേക്കടെ ഇത് ഇന്നെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ഉസ്താദ് വന്നത് എത്ര ഡ്രസ്സ് അപ്പൊ എന്തെങ്കിലും ഒരു 2 ഇങ്ങനെ അല്ലെങ്കിൽ ML ഇങ്ങനെയുള്ള ചൊല്ലു. അപ്പൊ അതുകൊണ്ട് അപ്പൊ 40 ചൊല്ലും നക്കിന്റെ കോഡ് ഭാഷ നീ പഠിപ്പാട്ടെ ഉസ്താദ് ജീവൻ ഭയങ്കര അത് പഠിപ്പാട്ടല്ല. അത് നിങ്ങൾ പഠിപ്പാട്ടില്ല. അത് ഞങ്ങളേത് അല്ലെ ബിസിനസ് ഇപ്പൊ അത് വേറെ വിഷയമില്ലെങ്കിൽ എല്ലാം ചൊന്നിങ്ങാട് ഓപ്പണില്. അതുപോലെ ലാസ്റ്റ് അമ്മായി മാമിയോട്ട് ഇതെങ്കിൽ ഇങ്ങ ഇംഗ്ലീഷിൽ മുണ്ടിട്ട് ഇംഗ്ലീഷിൽ പോട്ടാക്കും എല്ലാം മുണ്ടതെല്ലാം ഇംഗ്ലീഷിൽ. അപ്പൊ ഡൗട്ട് വരാണ്ടിക്കുവാ അമ്മാമിക്ക് ഇല്ലെങ്കിൽ ഇപ്പൊ ഇപ്പത്തെ മാമി പറയുന്ന അങ്ങനെ നോളജ് ഉണ്ടാ. അതിന് അങ്ങനെ ദുനിയാവ് കണ്ടെന്തിന് അങ്ങനെ ഈ കഷ്ടം വന്നിട്ട് മക്കളെ വളർത്തിട്ട് മക്കളെ ഒരു പ്രതീക്ഷയിൽ വളർത്തിട്ട് മക്കൾ മോൾക്ക് നല്ലൊരു പുതിയ ഒരു പെണ്ണ് കൊണ്ടുവരണം, എന്നിട്ട് ഒരു നല്ലൊരു മറുമോൾ വേണം എന്നിട്ട് ആശ വെച്ചിട്ട് നോക്കുമ്പോ ഒന്ന് വന്നതെന്നിട്ട് അയിമ ചെന്നതും കേൾക്കല്ലേ അവണ് ചെന്നതും കേൾക്കല്ലേ ലാസ്റ്റ് കേട്ടിട്ട് പോയി പറക്കത്തുണ്ടാ. എത്ര കൊണ്ട് ദുനിയാവില് ഇത് സ്വന്തം അപ്പുമ്മരൊട്ടുക്കും മാമിരൊട്ടും ഗലാട്ടാക്കിയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് നിങ്ങളെ ഇതിനെ ക്വാർട്ടേഴ്സിൽ പോയിട്ട് തെച്ചങ്ങ ഇണ്ടും ഏളികാവത്തെങ്കിൽ എത്ര ആളുകളാണ്? 2 മന്തിനുണ്ടു
അങ്ങനെ ഒരു മനുഷ്യനൊക്കെ പുസ്തകങ്ങൾക്ക് എന്തും എന്റെ പഠിപ്പില്ലാണ്ട് കൊണ്ട് അങ്ങനെ അയച്ചിട്ട് ഒരു ബെഞ്ഞായിട്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ നായി പോയിട്ട് ഇനി ഉമ്മ മരിച്ചിട്ട് പോയിട്ട് എന്താക്കുന്നൊക്കെ ഇത് തെരുവുണ്ടാ ആ ചൊന്ന തെരുവില്ല ചൊന്നെങ്കിൽ അങ്ങനെ അവിടെ മൂസ 99 ആളെ കൊന്ന മനുഷ്യരുടെ തൗബ ഉണ്ടാ കേട്ടപ്പോ ഇല്ലാന്ന് ചൊന്നപ്പോ ഒന്ന് പ്രത്യേകിച്ച് 100 ഇല്ലേ ഓട് തന്നെ കൊന്നേക്ക് അല്ലേ അപ്പൊ നാലുണ്ടോ തെരുവുണ്ടോ നീ നന്നവിടെ മാത്ര നീ എന്താക്കണമെങ്കിൽ ചിലപ്പോ നീ പോയിട്ട് പെഞ്ഞായിട്ട് പോയിട്ട് ഇത് ചൊല്ലുന്നില്ല ഉസ്താദ് ചൊന്നൊരു ഉമ്മടെ ഖബറിന്റെ മുട്ട പോയിട്ട് മാപ്പ് കേൾക്കണോ ചൊന്നെങ്കിൽ ചിലപ്പോ ഈമാൻ തെല്ലു ഇല്ലാത്ത പെണ്ണുണ്ടായി ചൊല്ലു ഇമ്മടെ ഖബറിന്റെ മുട്ട പോയി നാവിന് നിന്റെ ഔത്തിൽ നിൽക്കല്ലേ പിന്നെ കൺഫ്യൂഷൻ ആയില്ലേ അപ്പൊ മരിച്ചുപോയ ആൾമാരുടെ അപ്പവും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഖബറിന്റെ മുട്ട പോയിട്ട് അങ്ങനെ പേരിൽ ദാനധർമാക്കിയിട്ട് മാഫ് കേട്ടിട്ട് അവിടെ പോയിട്ട് പൊരുത്ത കേട്ടെങ്കിൽ ശരിയാക്കുക ഉള്ളൂ. അപ്പൊ ഇങ്ങനെ എത്രയോ ഫാമിലികളൊക്കെ തമ്മിൽ പ്രശ്നമുണ്ടോ അപ്പൊ അതെല്ലാം പരിഹാരമാക്കണോ വാർത്തകളൊക്കെ ഇരുന്നിട്ട് ഔത്തിലുള്ള ധരിച്ചിട്ട് കാക്ക മാമി മർമോള് മോണു പെൺമക്കൾ ഇല്ലെങ്കിൽ എല്ലാവരും കൂട്ടമായിട്ട് ഇരുന്നിട്ട് ഒരു ഡിസ്കസ് ആക്കണോ ഒരു വാരത്തെ വിഷയത്തെല്ലാം തമ്മിൽ ചർച്ച ആക്കണോ അതുപോലെ തന്നെ ഫുഡ് കുടുംബത്ത് ഒട്ടുകുതിച്ച് ഫുഡ് ഉണ്ടോ ആരോഗ്യങ്ങളുണ്ട് മാത്രമേ അതിന് വേറൊരു മുസീബത്തുണ്ട് ഈ ഫുഡ് ഉണ്ടോ ഏഴാണ്ട് പെഞ്ഞായി മൂത്തോണ്ട് പെഞ്ഞായി ഏഴായ മൂത്ത എല്ലാവരും ഇതിന്റെ ഡയലോഗ് പഠിച്ചോ അത് ഏഴാണ്ട് പെഞ്ഞായി ഞങ്ങൾക്ക് ഹറാം മൂത്തോന്റെ പെഞ്ഞായി തന്റെ മൂത്തോന്റെ പെഞ്ഞായിനൊക്കെ ഹറാമേ റോട്ടിൽ കൊണ്ടൊരു പെണ്ണിനെ നോക്കിട്ട് അവള് കൂടെ എഴുതേ ഞങ്ങൾ മരിച്ചിരുന്നത് അവത്തിലുള്ളല്ലേ അവരുടെ മതവലുണ്ട് ഇപ്പൊ കുറെ ആളെ കേൾക്കണം മരിച്ചെങ്കിൽ നോക്കാമാണ് അല്ല ജീവത്തിലേക്ക് നോക്കിയോണ്ട് ഇന്നാണ് ഞങ്ങൾ ജീവത്തിലേക്ക് നോക്കിയിട്ട് എങ്ങനെ ഒരു നീ ശിക്ഷ നീ ഒരു തപ്പാക്കിട്ടായിരിക്കും ചേട്ടൻ മരിച്ചിട്ട് പിന്നെ ഒരു തപ്പാക്കുന്ന കാശ് ഉണ്ടാ എത്ര ഉത്തരവുണ്ട് മരിച്ചെങ്കിൽ കൂടെ ഞങ്ങളുടെ രാജ്യത്തിൽ കുറോടി മിഞ്ഞാണ്ട് ഈ ഒരു 14ത്തെ ഇടയിൽ വേറൊരു ജമാഅത്തിന് മരിച്ചിട്ട് പോയ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ജമാഅത്ത് പെട്ടത് വെള്ളിയാഴ്ച വാതിൽ പറഞ്ഞേക്കും ഇതൊക്കെ ഞങ്ങളുടെ സൈലുണ്ട് ഞാൻ വിചാരിച്ചത് ഒന്നോ ലൈനിൽ വന്നോണ്ട് പെണ്ണിങ്ങ മയ്യത്ത് നോക്കുന്നു വന്നിങ്ങ പോയെങ്കിൽ ഒട്ടരാശം നോക്കരുത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇനി ഈ അല്ലദീന ഫാമിലിയിൽ നിന്ന് ഒരേ ഒരു പെണ്ണിങ്ങ ഒരു ആണിങ്ങ മരിച്ചെങ്കിൽ അന്യ ആണിങ്ങ മരിച്ചെങ്കിൽ മയ്യത്ത് നോക്കും പോക തീരാ കട്ടായമായിട്ട് നിങ്ങൾ അത് തീരുമാനിക്കണം ഞാൻ നോക്കില്ല അന്യാണ് സ്വന്തത്തിൽ നോക്കാം മാപ്പിള്ളത് അബ്ബ അതുപോലെ തന്നെ സ്വന്തം ആങ്ങളെ മാറത് ഇങ്ങനെ നോക്കാൻ അനുവദനീയമായിട്ടുണ്ടല്ലേ അതല്ലാണ്ട് പ്രായത്തിലിരുന്ന കുടുംബത്തിലിരുന്ന ആൾമാർ ആരെ മോളെ മർമോന്റെ അബ്ബ മരിച്ചെങ്കിൽ ഓള് പോയിട്ട് നോക്കില്ല മർമോന്റെ ഫാമിലി അല്ല അവിടെ പോയിട്ട് നോക്കിയില്ലെങ്കിൽ എങ്ങനെ പോയില്ലെങ്കിൽ എങ്ങനെ മരിച്ചവിടെ പോയിട്ട് നീയത്തില്ല കൂലി കിട്ടാത്ത എന്താ ഒന്നുണ്ടാ ഒരു മരിച്ചവത്തേക്ക് പോയെങ്കിൽ ഒരു തീരാത്ത കൂലി ഉണ്ടു ഒരു ഊത് മലയുടെ അത്ര സ്വലക്ക കൊടുത്ത കൂലി ഉണ്ടു എങ്ങനെ പോയെങ്കിൽ ഞങ്ങൾ പോകണ്ട എങ്ങനെ ഞങ്ങൾ പോയില്ലെങ്കിൽ അങ്ങനെ എന്ത് ചൊല്ലു അറിഞ്ഞു എല്ലാവരും പോയിട്ടാവും ഞങ്ങൾ പോയില്ലെങ്കിൽ എങ്ങനെ അല്ലെ ഈ നിയത്തിലല്ലേ നിങ്ങൾ സാധാരണ കൊണ്ട് അത് വേസ്റ്റ് അവിടെ പെട്രോൾ കൂട്ടിയതും വേസ്റ്റ് അന്നത്തെ റജാക്കിയതും വേസ്റ്റ് എല്ലാം വേസ്റ്റ് ഞങ്ങൾ പോണെങ്ങനെ അള്ളാഹുക്ക് വേണമായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചെങ്കിൽ അവിടെ കണ്ണോക്ക് പോകുന്ന സുന്നത്താണ് ആ നിയത്തിൽ വെച്ച് നിങ്ങൾ പോറൂ ഒരു തയ്യാറാക്കി കൊടുത്തതിന് കൂലി നിങ്ങൾക്ക് കിട്ടും എത്ര കൂലി ഉണ്ടത് നടന്നു പോയി ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് പോയി അതിന് നിങ്ങൾ കൂലി ഉണ്ടു അപ്പൊ ഇങ്ങനെ കുടുംബത്തിനകത്ത് പ്രത്യേകിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിങ്ങ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങളെ ബംഗാരം എടുത്തിട്ട് എന്താക്കണോ സദഖ കൊടുക്കണോ പെണ്ണുങ്ങൾ വേറെ നിൽക്കുന്നില്ല ഇപ്പൊ പെണ്ണുങ്ങളുടെ കേട്ട് വേറെ ഞങ്ങളുടെ മനസ്സിൽ പൈസ ഉണ്ട് അല്ലെ നല്ലതുമില്ല അല്ലെ ആളുകളെ കയ്യിൽ എന്തായാലും 500 ആയിരിക്കും പെണ്ണുങ്ങൾ നിൽക്കുക പെണ്ണുങ്ങളിലുള്ള എന്തേ എന്റെ ഇപ്പൊ ബോസ് പെണ്ണുങ്ങ ഞങ്ങൾ എന്തില്ല പാട്ടിനാണ് ചോദിച്ചു ഇത് ഞങ്ങളിൽ പെണ്ണുങ്ങളുടെ 10 കൊടുത്ത് 10 ലാക്കായിരിക്കും ഞങ്ങളുടെ 1 ലാക്കുണ്ടാ അല്ലെ ആളുകൾ 1 ലാക്കുണ്ട് എന്തില്ല ഞാൻ ഒരു ചങ്ങാനോട് ചോദിച്ചേ നീനെന്താക്കണം ഉമ്മ മരിച്ച ഇപ്പൊ മക്കളുടെ ഉമ്മ മരിച്ചെങ്കിൽ എല്ലാം ഭയങ്കര നാപ്പട സത്യ ജാമകത്ത എല്ലാം ഭയങ്കരത്തിലാക്കിടും എന്തേ 2 വിത്തെങ്കിൽ തീർത്തവിടെ ഒരു പൗഡ് വിത്തെങ്കിൽ 12 ഉസ്താദന്മാരെ കൊടുത്തിട്ട് ജാമകത്തവല ഞാൻ രാജാരുടെ ഞാൻ ചോദിച്ചേ നിങ്ങൾ എന്താക്കണം എന്നെങ്കിൽ നിങ്ങൾ ഒരു 5 പോണം 2 പോണം നിങ്ങൾ എടുത്ത് വെച്ചോളൂ പൈസ വെച്ചെങ്കിലും ഇല്ല അതെ നല്ല പാടാ പൈസ വെച്ചെങ്കിൽ ఖర్చవుడు ഒരു 2 പോണം 3 പേര് കോയിൽ എടുത്ത് വെച്ചോളൂ മക്കൾ നല്ല വിശ്വാസം മക്കളുടെ ഒട്ടാസി നമ്മൾക്ക് കൊടുത്തേക്ക് കാര്യം കൊടുത്തേക്ക് അഡ്രസ് വെക്കാല വില കൊടുത്തിട്ടുണ്ട് നല്ല ദീനുള്ള എമൗണ്ട് ഇട്ടുക മറപ്പെട്ട ഫാമിലി കൊടുത്തിട്ട് വെക്കണം ഇത് നീ വെച്ചുക നാ വെച്ചെങ്കിൽ നല്ല പേരിൽ ഒരു ജാമ കത്തിക്കണം അല്ലെങ്കിൽ നല്ല പേരിൽ പള്ളിക്ക് ഇത്തരം കൊടുക്കണം അത് ഞങ്ങൾ റെഡിയാക്കി വെക്കണം ഞങ്ങളുടെ ആശ്രമത്തെ ഇന്നത്തെ മക്കളെ ഇന്നത്തെ മക്കളെ ഇട്ടെങ്കിൽ ലാഭമാണ് ചൊല്ലാം ആർക്കെങ്കിൽ ലാഭം ആക്കില്ലണ്ടോ ആർക്കെങ്കിൽ ലാഭം ആർക്കും ചൊല്ല വിശ്വാസം എന്തില്ല അല്ലെ ചെതല് വന്നവരെ ചെതൽ എന്ന് വന്നിട്ട് ഈ മരത്തിന് കൊട്ട വീണ് അത് ഉൾക്കെല്ലാം ഉടഞ്ഞിട്ട് കുടുംബത്തിൽ വന്നവിടെ ഉദൽ വന്നെങ്കിൽ അതുപോലെ ഇപ്പൊ ഈ വിദേശത്തെല്ലാം കടന്നു വന്നിട്ട് ഒട്രാസിയാവണോ പോയത് വന്നവിടെ
ഏതെങ്കിലും ബന്ധമില്ല. അപ്പോ ചെറിയൊരു വിഷയത്തിൽ വളരെ നിൽപ്പട്ടെ. റസൂലുള്ളാഹി തങ്ങളെ മുട്ട ഒരു പെണ്ണിങ്ങ വന്നിട്ട് എടുത്ത് ഇത് സ്വതക്ക കൊടുക്കണം. അപ്പൊ ഈ പെണ്ണിങ്ങൾക്ക് ഒരു ഡൗട്ട്, മാപ്പിളെ ഭയങ്കര ദാരിദ്ര്യത്തിലുള്ള ഇപ്പൊ സദക്ക ദുനിയാവുള്ള പെണ്ണിങ് ഇപ്പൊ ഓൺലൈനിലുള്ള ഏതെങ്കിലും ക്ലാസ് ഒട്ടറാസി മാപ്പിളുടെ പൈസ കൊത്തില്ല അണ്ടർസ്റ്റാൻഡ് ബംഗാൾ കൊണ്ട് കേരളത്തിൽ തലാക്കായിടിപ്പ ഏതോ ഒരു ഗ്രൂപ്പിടെ ഒരു ഓൺലൈനിൽ ഒരു ഓൺലൈനിലുള്ള അവരാക്കന്മാരല്ലേ ഓൺലൈനിൽ ഒട്ടറാസ് പൈസ ആക്കടെ പെണ്ണുങ്ങളുണ്ട് ബംഗാർ കേക്കടെ ഇവിടെ അങ്ങനെ ഒരു പിന്നെ ഇത് ബംഗാർ കൊടുത്തിട്ട് കല്ലട്ടെ ഇത് ബുബൂന്ന് പോയി ലാസ്റ്റ് ഇയാൾ ഭയങ്കര ക്രിമിനലാണ് നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എങ്ങനെ കൊണ്ടില്ലാണ്ട് കൊടുത്തത് ലാസ്റ്റ് ഫാമിലി തലാക്കായി പോയിട്ട് അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെ കൊണ്ടില്ലാണ്ട് കൊടുക്കണ്ടാവും, മാപ്പിളമാർ കൊണ്ടില്ലാണ്ട് ഒരു രൂപ കൊടുക്കുന്നില്ല, അത് വേറെ വിഷയം. അങ്ങനെ ഈ പെണ്ണിന് ചൊന്തു മാപ്പിളോട് ചൊന്തു സ്വതക്ക കൊടുക്കണം ചൊന്നു. എന്റെ കയ്യിൽ ബംഗാറുണ്ട്, ഈ ബംഗാർ ഞാൻ നിങ്ങകെ തന്നെങ്കിൽ അത് സ്വതക്കത്തെ കൂലി കിട്ടുവാണ്. നല്ല ഡൗട്ട്. അങ്ങനെ ഇത് പോയിട്ട് കേൾക്കുന്നുണ്ട്. ആരും ഈ മാപ്പിളോട് ചൊത്ത് നെബിലോട്ട് പോയിട്ട് കേട്ട് പറഞ്ഞു, നന്റെ ബംഗാർ ഞാൻ നിങ്ങകെ തണ്ടേ, അത് കാവുടാണ്ട് കേൾക്കണോ. അങ്ങനെ ആളുകൾക്ക് നക്കത് കേൾക്കുന്നത് നക്ക് ഭാര്യ കഷ്ടമുണ്ട്, നക്ക ചങ്കയാവും. നന്റെ പെഞ്ഞായുടെ ഒരു ബംഗാർ നാൻ എടുക്കുന്നത് അത് മര്യാദ ഇരുന്നാലും ചെന്ന സ്വറല്ല അല്ലെ. മര്യാദ ഇന്നാളുമാർ പെഞ്ഞായിന്റെ ബംഗാർ വെച്ചിട്ട് ബൈക്ക് എടുക്കണ കാർ എടുക്കണം, അതല്ല മര്യാദ ഇന്നാളുമാർ സൂട്ടായ സ്വറല്ല, അത് വേറെ വിഷയം. അങ്ങനെ ഞാൻ ചെന്നു നക്കാവില്ല. അങ്ങനെ കഴിഞ്ഞ് വേറൊരു പെണ്ണിങ്ങളെ സെറ്റാക്കി നീ പോയിട്ട് കേട്ട് പറഞ്ഞോണ്ട് അങ്ങനെ പോകുമ്പോൾ വേറൊരു സൈനബാച്ച ഒരു പെണ്ണും അവിടെ നിന്നിട്ടുണ്ട്. ഇവളെ ഡൗട്ട് എന്തിന് ഇതേ ഡൗട്ടു നക്കും നന്റെ മാപ്പിള ഭയങ്കര കഷ്ടത്തിലുള്ള നന്റെ ബംഗാറും മാപ്പിളക്ക് കൊടുത്തേക്ക് സദക്കത്തെ കൂലി കിട്ടുവാൻ. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നബി തങ്ങൾ ഭയങ്കര ഗൗരവത്തിലുണ്ട്. ഈ പെണ്ണിങ്ങൾക്ക് അങ്ങനെ മുണ്ട് ധൈര്യം വന്നില്ല, എങ്ങനെ പോയിട്ട് കേൾക്കണം, ഒഴുക പോകുന്നില്ല, നബി പുറത്ത് കണ്ടുമില്ല. അങ്ങനെ നോക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല ജന്തു ബിലാലോട്ട് ജന്തു നമ്മ ഇങ്ങനെ രണ്ട് പെണ്ണുണ്ടു. അങ്ങനെ ഞങ്ങൾ ഡൗട്ട് ഉണ്ടു. പത്ത് പേര് ആരും ചൊന്നരണ്ട, ആറ് പെണ്ണുങ്ങളുടെ നബിക്ക് കൊടുത്താക്കിരണ്ട, ഞങ്ങളെ ബംഗാറ് ഞങ്ങളുടെ മാപ്പിളെ കൊടുത്തത് കൂലി കിട്ടുവാൻ ചിലർ ഡൗട്ട് കേൾക്കും. രണ്ട് പെണ്ണിങ്ങൾ വന്നതാണ് നബിക്ക് എടുത്ത് 6 പെണ്ണിട്ട്. അപ്പൊ ബിലാല് ചത്തു. ഒരാൾ പേര് ചെല്ലണ്ടായിരുന്നു, ഒരാള് ചെയ്യണം. സ്വാഗതം അങ്ങനല്ല, കളവർ ചൊല്ലത്ത് അങ്ങനല്ലേ. ഒരാൾക്ക് ഈ പെണ്ണിന് നല്ല പേര് ചൊല്ലണം, മറ്റേ പെണ്ണിന് പേര് ചൊല്ലണ്ടെന്ന് തോന്നിട്ടില്ല. അങ്ങനെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, മാപ്പിളക്ക് കൊടുത്തെങ്കിൽ ദാരിദ്ര്യമുള്ള മാപ്പിളക്ക് അവളെ ബംഗാറ് കൊടുത്തെങ്കിൽ 2 കൂലി കിട്ടു. ഡബിൾ എന്തിനുള്ള ഒന്ന് സ്വതക്ക കൊടുത്ത കൂലി, രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർത്ത കൂലി. റസൂലുള്ളാഹി തങ്ങൾ പിന്നെ ചൊല്ലു, ഒരു പെണ്ണ് സദക്ക ആക്കുന്ന വെച്ച് ഏറ്റവും വലിയ സദക്ക എന്തിനാ പെണ്ണ് കൊടുക്കുന്ന സദക്കയിൽ വെച്ച് ഏറ്റവും വലിയ സദക്ക ഞങ്ങ മങ്ങിലാക്കത്തേക്ക് പെണ്ണ് കൊടുക്കണല്ലോ. എന്തിനെ നിർബന്ധമായിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്തിന് മഹർ. 5 പവന് മാറ് കൊടുത്തു. മാറ് കൊടുക്കുമ്പോൾ പുതിയ നല്ല ഫോസിന് അങ്ങനെ ഉണ്ടായി. ഓരോ ഗ്രാമത്തിൽ പോലെ ബിസിനസ് എല്ലാം പൊട്ടി ആകെ സീങ്കല്ലായിട്ട് ആകെ ബേജാറായിട്ട് ഒട്ടാസി ഗതിയിലുണ്ടായി. ആ ടൈമില് അവള് കൊടുത്ത 5 പൗണ്ട് ബംഗാറുണ്ട്. ഇത് വെച്ചിട്ട് അവള് നടക്കണം, മാപ്പിളക്ക് സീക്ക് വന്നെങ്കിൽ അതിനൊരു ചികിത്സ ആക്കണം. ആ ടൈമില് തന്റെ മാപ്പിള തന്റെ ജീവനല്ലേ. എന്നിട്ട് ആ ബംഗാർ ആ മഹർ കൊടുത്ത മാലയുടെ ഒരു പെണ്ണ് മാപ്പിളക്ക് സദക്ക കൊടുത്തതിന് അതിരോട്ടി വലിയ സദക്ക ദുനിയാവിലില്ല. പെണ്ണ് കൊടുക്കുന്ന സദക്കൽ വെച്ചിട്ട് ഏറ്റവും വലിയ സദക്ക. അപ്പോ ഞാൻ ഇപ്പാട്ടെ പോണ്ടേ, ടൈമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതൊരു അവസരം കിട്ടിയെങ്കിൽ വിശദമായി നിങ്ങൾക്ക് ചൊല്ലാം. അപ്പോ എല്ലാവരും ചെന്നിട്ടുള്ള പരസ്പരം എന്താക്കണം, നല്ല ഐക്യത്തിൽ വേണോ, സന്തോഷത്തിൽ വേണോ. റജബ് ഷഅബാൻ കണ്ട് നോക്കട്ടെ, ആരുടെ ചൊടി അരസ വേണ്ട. ഞങ്ങളുടെ മനസ്സിൽ നോക്കുക, ഒരു ഡ്രസ്സില് ഒരു ചോര നജസായെങ്കിൽ പല്ലിയിലായെങ്കിൽ ഞങ്ങൾ പൊതുവെ ചോരയെങ്കിൽ ഞങ്ങൾ കളിക്കില്ലേ, കളിക്കാണെങ്കിൽ ശരിയാവിടാ. എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ മീനിന്റെ തണ്ണി തെറിച്ചിട്ട് കളിക്കില്ലേ, അപ്പം കളിക്കില്ലേ, അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ച് ആക്കില്ലേ. അതുപോലെ ഞങ്ങളുടെ മനസ്സിൽ ഗലേജിയാവുള്ളൂ. എന്തിനു വന്നില്ല മനസ്സിൽ ഗലേജി എന്തിനു വന്നില്ല, എന്തിന് പിന്നെ കർസ ചതി നഞ്ചി നിറക്ക പക ഡോഗി സ്വഭാവം ഇതെല്ലാം മനസ്സിനെ നമുക്ക് ഡ്രസ്സിനെ ശുദ്ധിയാക്കണ പോലെ മനസ്സിനെ ശുദ്ധിയാക്കണോ. ആരട്ടും പകയില്ല, ആരട്ടും വെറുപ്പില്ല, ആരട്ടും വിചാരില്ല. പരസ്പരം നല്ല സ്നേഹത്തിലാവണോ. അപ്പ ഉമ്മമാർ നല്ല പിരിസത്തിൽ വേണം, അപ്പ മക്ക നല്ല പിരിസത്തിൽ വേണം, ഉമ്മ മക്ക നല്ല പിരിസത്തിൽ വേണം, ഇളയമൂത്ത പിരിസത്തിൽ വേണം. അതുപോലെ തന്നെ മാപ്പിള പെഞ്ഞായി നല്ല പിരിസത്തിൽ വേണം. എന്തിനും അഭിപ്രായ വ്യത്യാസം ചെറിയ കലാട്ടുകൾ ഇന്നെങ്കിൽ ബെഡ്റൂമിൽ ഒടുക്കം പോയിട്ട് ഉണ്ടാക്കണം. അവിടെ തീർത്തിട്ട് കണ്ണു മറിച്ചിട്ട് നോക്കിയിട്ട് അവിടെ തീർക്കണം. പർത്തിലും മക്കളുടെ ഇടയിൽ ഫാമിലിയുടെ ഇടയിലുള്ള തീർക്കണം. മക്ക അതേ പഠിക്കൂല. അപ്പ ഉമ്മ കലാട്ടാക്കിനെ കണ്ടെങ്കിൽ മക്ക കലാട്ടാക്കി അടിക്കുക. സ്കൂളിൽ പോയി ചെന്നുള്ള ഇത് എന്തോ പേര് ഡാഷ് മോൻ എന്റെ വിളിച്ചത് എന്താ ഡാഷ് മോൻ
അങ്ങനെ ടീച്ചർ ഇമ്പരൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവള് കിടാവെച്ചോളാം ഇത് അപ്പ ഉമ്മടെ എപ്പം വിളിക്കണ അങ്ങനെ മോനെ 4 കാല് ഒരു ബീലുള്ളതിന് മോനെ അപ്പൊ അത്ര ഗൗരവത്തിലുള്ള വിഷയം. ഇൻഷാ അല്ലാഹ് ഈ കുടുംബമായിട്ട് അല്ലാഹു ബർക്കത്ത്, നല്ല ബർക്കത്ത്, നല്ല ഒരുപാട് ചെലവ്. ഉച്ചക്കത്തെ ബിരിയാണി, നല്ല റാഹത്തുള്ള ഭക്ഷണം, ഒരുപാട് ആളുകൾക്ക് അതിനുള്ള നേതൃത്വം കൊടുക്കുന്ന ഇല്യാസാക്ക നല്ലൊരു സാമൂഹിക പ്രവർത്തകനാണ്. ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആളുകളൊന്നും പേര് പറഞ്ഞ് കൊടുത്തില്ല. ഇല്യാസാക്കടെ മാത്രം ചൊല്ലില്ലെങ്കിൽ ഞങ്ങളെ റായത്തൊരാൾ നമ്മളെ റസാഖിന്റെ പേര് റസാഖാജിയുണ്ട്, നമ്മളെ തിരിച്ചത്തെ ഒരാള് നിങ്ങളെ ഇവിടുത്തെ പടിയുള്ള ആള്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ആചാരമുണ്ട്. ഇതെല്ലാം നിങ്ങളെല്ലാം കൊടുത്തുണ്ട്, മാത്രം പേരുള്ള ഒന്നില്ല. പല ഉസ്താദുണ്ട്, ഞങ്ങളെ എല്ലാവരും നമ്മളെ സിദ്ദീഖിച്ചുണ്ട്, നമ്മളൊക്കെ ജമാഅത്തിലെ വൈസ് പ്രസിഡന്റ്, ഇങ്ങനത്തെ എല്ലാവർക്കും എല്ലാവർക്കും. അപ്പൊ ഇതൊക്കെ ഇന്നലെ ഇന്ത്യ സെക്രട്ടറി കേട്ടെ, ഇതൊക്കെ നല്ല കച്ചവടം, ഇത് ഭയങ്കര പ്രോഗ്രാം അല്ലേ, ഏത് ഇത് പൈസ എല്ലാവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് സാറേ, എല്ലാവർക്കും കൊടുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു വലിയ വർക്കത്താണ്. അപ്പൊ ആരുണ്ടാക്കണോ ഇതൊക്കെ ഒരു 500 രൂപ എന്റെ മതി ഇരിക്കൂ, അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേണം. നല്ലൊരു പ്രോഗ്രാം അല്ലേ, അപ്പൊ നന്റെ ഒരു സഹായത്തിന് വേണ്ടേ, നക്കൊരു കൂലി കിട്ടണ്ടേ, ഒരു ക്ലാസ് ആക്കിയിട്ട്. അപ്പൊ അതൊക്കെ ഒരു കൂലി ഞങ്ങൾക്ക് വേണ്ടേ. എല്ലാവരും ഇതൊക്കെ ഒരു പ്രചോദനാക്കണോ, നല്ല നിനക്ക് വർഷത്തിൽ എന്താക്കണത് അപ്പ വന്നല്ല. ഒരു പെയിന്റ് പോയെങ്കിൽ ഇണ്ട് പോയിട്ട് നിങ്ങൾ എന്താക്കണം നീയത്താക്കി പണ്ട് വർഷം അല്ല മീന്റെ പ്രോഗ്രാം പറയുമ്പോൾ ഓരോ എന്താക്കണം മനസ്സിൽ അവരുടെ ഡബ്ബിനകത്ത് പൈസ ഇട്ട് വെക്കണം. എന്തെങ്കിലും പൈസ 100 രൂപ 50 രൂപ തിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടും, അത് ഇട്ട് വെക്കണം. അല്ല മീന്റെ ఖర్చు വേണ്ട എല്ലാം ഞങ്ങളുടെ കൂട്ടം ആണെങ്കിൽ പെൻഡിങ് അല്ല പെൻഡിങ് കിട്ടിയെങ്കിൽ അപ്പൊ ആരെങ്കിലും പൈസ കിട്ടിയെങ്കിൽ അപ്പം പോയിട്ട് മൈക്കാലത്ത് പോണ്ടേ, സിറ്റി സെന്റർ പോയിന്റെ കിട്ടി കിട്ടുന്നതെല്ലാം പോയിട്ട് തിന്നിടെ ഫാസ്റ്റ് ഫുഡ് തിന്നിടെ വാട്ടർ ആക്കടി ഇപ്പൊ എല്ലാം വാട്ടർ ഔത്തുകൊണ്ട് അതെല്ലാം ആക്കടേക്ക് മുന്നോളൂ. ഇതെന്താ ഇങ്ങനത്തെ നല്ല കാര്യത്തിൽ സാക്കാറാക്കണോ, നല്ല സ്നേഹത്തിൽ വേണോ, നല്ല നല്ല പ്രോഗ്രാം ആക്കിയിട്ട്. പക്ഷെ അത് പണ്ട് വർഷം ഇതിനായിട്ട് വിശദമായിട്ട് നല്ലൊരു ഓഡിറ്റോറിയത്തിലെ ആക്കുക അല്ലാഹു വിധി കൊണ്ടിട്ട് എല്ലാം അവത്തിലാക്കണ്ടല്ല, അതിനർത്ഥം ഉഷാറായിട്ട് ആക്കണ്ട, അതിനർത്ഥം അല്ലെ. ഇതിനുവേണ്ടി നല്ല വിശദമായിട്ട് ആക്കുകയും കൂടുക അല്ലാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞതുകൊണ്ട് അല്ലാഹു സാലിഹായ അമലാക്കി തീർക്കട്ടെ. കൂടിയിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. ഈ കുടുംബത്തിന് അൽ അമീൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരാണ്. വിശ്വസ്തൻ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല മക്കൾക്കാർ പോലും നബിതങ്ങൾ വിളിച്ചൊരു പേരാണ്. ആ പേരാണ് ഇതിൽ വെച്ചത്. അപ്പൊ ആ പേര് ഈ ഇതിന് മെമ്പർ ആയിട്ടുള്ളവർ വിശ്വസ്തന്മാരാവണം. ചതി വഞ്ചന ഡോങ്കി സ്വഭാവത്തില്ലാത്ത നല്ല നിഷ്കളങ്കമായ മനസ്സിലുള്ള അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഈ കൂടിയിരിക്കുന്ന എല്ലാ ഓരോ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ ആരോടെങ്കിലും തമ്മിൽ പിണക്കമോ അസൂയോ എന്തെങ്കിലും ചൊടിയോ വിദ്വേഷം ഉണ്ടെങ്കിൽ എല്ലാം അല്ലാഹു നന്നാക്കി എടുത്ത് മനസ്സ് ശുദ്ധിയാക്കി അല്ലാഹുവിലേക്ക് കേരിച്ചു വിടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാഷാഅല്ലാഹ് ഉസ്താദിന് എല്ലാവരും ക്ലാസ് ಮುಂದೊಂದು ಜೋಕ್ಸ್ ಇತ್ತು. 4 പെണ്ണിനെ മുണ്ടാൻ തിരിച്ചിടാറുള്ളതാണ്. 4 പെണ്ണിയെ കൂടിയോടെ പളക്ക പറഞ്ഞിട്ട് കണക്ക്. അപ്പോൾ മുണ്ട തിരിച്ചിടേണ്ട അർത്ഥം ജോക്സ് ആക്കിയതാണ്. ഇത് നോക്കുമ്പോൾ 4 പെണ്ണിങ്ങളെല്ലാം ഉസ്താദ് എന്താക്കിയിട്ട് ഉസ്താദ് ക്ലാസ് ബസ് ചെയ്ത് കൊണ്ടിട്ടു എല്ലാം മുണ്ട തിരിച്ചിട പെണ്ണിനെ ഉള്ളത് ഒത്തിരി ഇപ്പോൾ മാഷാഅല്ലാഹ് അള്ളാഹ് ഉള്ളിലെത്തി തരട്ടെ. ഇപ്പം എന്തെങ്കിലും ഫാമിലി മക്കളിലെ SLCയും അതിന് മേൽപ്പെട്ട് പെൺമക്കൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്. അത് തന്നെ ഉസ്താദ് കയ്യിൽ കൊടുപ്പാട്ടുണ്ടെന്ന് ഞാൻ ആക്കില്ല. അപ്പോൾ ആ പേര് വിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ പേരൻസ് പറഞ്ഞു, ഇല്ലെങ്കിൽ പെണ്ണിൻ്റെ ആങ്ങളെ, ഇല്ലെങ്കിൽ പെണ്ണിൻ്റെ ചെറിയ പെങ്ങൾ ബന്ധുണ്ടാവും. പിന്നെ നിങ്ങളുടെ എതിരെ ആ പെൺമക്കൾ പറവില്ല. അവരെ ഇർഫാൻ ആശയ സൈമ സരിഫ ഫാത്തിമ സൗന പറങ്കിപേട്ടെ नाजिया सुरपे नाजिया सुरपे